ലാസ്റ്റ് എങ്ങനെ നമുക്ക് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളത്. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. നമ്മളുടെ ലൈഫിൽ ഇതുവരെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ഒരു ആത്മപരിശോധന നടത്തുക. അടുത്തത് എമ്പതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി കേട്ടിരിക്കാതെ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇമോഷണൽ പോസ് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷനായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ പ്രൊവോക്ക് ചെയ്യാനായിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സംസാരിക്കുന്നതെങ്കിൽ കൂടി നമ്മളൊന്ന് പോസ് ചെയ്ത് ഒരു ബ്രീത്ത് എടുത്തതിന് ശേഷം റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കുക എന്നുള്ളത്. ഇറ്റ്സ് ടൈം ടു കൺക്ലൂഡ്. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രൊഫഷണൽ ലൈഫ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ലൈഫ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ ഇംപ്രൂവ് ചെയ്തെടുക്കുക തന്നെ വേണം.